ഹലോ സേഫ് സോൺ ആണോ? സിറ്റി സേഫ് സോൺ ആണോ? ദേവു ആക്ച്വലി എനിക്ക് ബ്ലഡ് ക്യാൻസർ ഇല്ല. ഈ കാര്യം നിങ്ങളല്ലാണ്ട് വേറൊരാൾ അറിയാൻ പാടില്ല. എനിക്ക് നിങ്ങള് ദേവക്കുട്ടി എന്നല്ലാണ്ട് എനിക്ക് വേറൊരു പേരും കൂടെ വരുന്നുണ്ട്. ഞാനൊരു എക്സ് മിലിറ്ററി ആണ്. ഓക്കെ, അപ്പൊ എനിക്കൊരു മിഷന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു 2-3 മാസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ട്രാപ്പിലായിട്ട് ഒരു 5-6 ദിവസം ട്രാപ്പിലായിട്ട് അവിടെ കിടന്നു. അപ്പൊ അതിന്റെ ആൾക്കാർ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്റെ ബ്രദേഴ്സിനും ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിട്ട് എനിക്ക് അവരൊന്ന് ഒതുക്കി കഴിഞ്ഞാൽ എനിക്ക് നേരെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ കൂടെ ഉള്ളവരൊക്കെ പെട്ട് ആപത്തിലാക്കും. സത്യം പറഞ്ഞാൽ അവരൊക്കെ പെട്ടിരിക്കണം. ഞാൻ കാരണം പ്രശ്നം ഉണ്ടാക്കുന്ന ആരാന്ന് പറ. അത് പുറത്ത് പറഞ്ഞാൽ അത് നിങ്ങളെയും കൂടി ബാധിക്കും. എംബർ എന്നാണ് അവരുടെ ടീമിന്റെ പേര്. വലിയ ടീമാ. ഒരു ഇവിടുത്തെ കുറച്ച് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ 1-2-3 ഞാൻ പൂട്ടിച്ചു. അപ്പൊ അവരുടെ മെയിൻ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എനിക്ക് അണ്ടർ കവറിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലഡ് ക്യാൻസറിന്റെ 2ാമത്തെ വട്ടമാണ് ഞാൻ ബ്ലഡ് ക്യാൻസറിന്റെ പേരും പറഞ്ഞപ്പോൾ മാറി നിൽക്കുന്നത്. ഞാൻ സിറ്റിയിൽ ഉണ്ടാവും, പക്ഷെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഇവനാവും വിളിക്കാം നിങ്ങളെ. അപ്പൊ നമുക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ കുറച്ച് ദിവസത്തേക്ക്. മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വേഷം മാറി എടുക്കാൻ നടക്കുന്നത്. മനസ്സിലായി. അപ്പം സേഫ് ആണോ? ഞാൻ സേഫാണ്. നിങ്ങളെല്ലാരും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നേ. അത് എന്റെ സേഫ്റ്റിന് പേടിക്കണ്ട. നമ്മളെ പിള്ളേരുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. ഇല്ല, ഇത് കുറച്ച് കൈവിട്ട് കളിയാതാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അല്ല, അത് കുഴപ്പമില്ല. അത് ഏറിപ്പോയ ജീവൻ പോവുള്ളൂ. അത്ര അതിന് കൂടുതലൊന്നും സംഭവിക്കത്തില്ലല്ലോ. നിങ്ങളുടെ ജീവൻ പോവാൻ നോക്കേണ്ട ഉത്തരവാദിത്തല്ലേ. നിങ്ങൾക്കൊരു ആപത്ത് വരരുത്, അതാണ് എനിക്ക് വേണ്ടത്. നിങ്ങളെല്ലാരും സേഫ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോ ഇതിന് ചെയ്യുന്നത്. എന്റെ വേറെ ആരോടും പറയണ്ട. എന്റെ പേര് മിയ ഖലീഫ എന്നാണ്. മേജർ മിയ ഖലീഫ. ശരിക്കുള്ള അണ്ടർ കവർ നെയിം. ഓക്കെ, അപ്പം ഈ കേസ് വേറെ ആരും അറിയണ്ട. ഓക്കെ, ഞാൻ വിളിക്കാന്നും പറഞ്ഞു പോയി. അപ്പൊ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടായതായിരുന്നു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് മാർട്ടിൻ സാർ വരാത്തോണ്ട് രാഘവൻ സാർ അടുത്താണൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാൻ പോകുന്നത്. അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഇവിടുന്ന് പോയിന്നാണ്, എന്നെ ഷിഫ്റ്റ് ചെയ്തെന്നാണ് എല്ലാരും. ഞാൻ രാഘവൻ സാർ ഹോസ്പിറ്റലിൽ പോയി കണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുപോയെന്ന് പറഞ്ഞു. ആകെ നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഇവിടെ ഉള്ള കാര്യം. വേറെ ആർക്കും അറിയത്തില്ല. ഓക്കെ, കാണാൻ ഞാൻ വിളിക്കും. ഇവനെ കൊണ്ട് വിളിപ്പിക്കും. അപ്പൊ ഇതേമാതിരി വന്ന് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് ദിവസത്തേക്ക്. നല്ലൊരു സമയത്തായി പോയി ഉണ്ടായത്, അതുകൊണ്ടാ. കുഴപ്പമില്ല. ഫോൺ ഓഫാ. വേറെ നമ്പർ ഒന്നും ഇല്ലേ അപ്പം? ഐ മീൻസ് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും? ഇവനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇവന്റെ കൂടെ ഉണ്ടാവും മിക്കവാറും. കാരണം എനിക്ക് ഇനി ഒരുപാട് ടീമിനെ ഇറക്കാനുണ്ട് ഇങ്ങോട്ട്. എല്ലാരും സേഫ് ആയിരിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നല്ല. മനസ്സിലായോ? മനസ്സിലായി. ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഓക്കെയാണ്. നിങ്ങൾ എല്ലാരും സേഫ്റ്റിയാണ് എനിക്ക് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ എല്ലാരും സേഫ്റ്റി എനിക്ക് നോക്കണം. അത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എനിക്കിതൊന്നും മനസ്സിലാവില്ല. ശരിയാത്. പക്ഷെ ഞാൻ സേഫ് ആണോ ആണ് പ്രശ്നം. അതാണ് പ്രശ്നം. പേടിക്കണ്ട, ഞാൻ സേഫ് ആണ്. എനിക്ക് അണ്ടർ കവറും അതൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. ശരിയായിരിക്കാം, പക്ഷെ നീ ഓക്കെ അല്ലോ അല്ലേന്ന് അറിയാതെ ഞാൻ എങ്ങനെയാ? ഞാൻ ഓക്കെയാണ്. ഓക്കെ, നിങ്ങൾ പേടിക്കാത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പം ഈ പീഡിക്കാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ട്, എക്സ്എംഡിക്കാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഐ മീൻ എക്സ് മിലിറ്ററി കേസിൽ എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. പീഡിക്കാർക്ക് അറിയത്തില്ല ആരൊക്കെയാന്ന്, എക്സ്എംഡിക്കാർക്ക് അറിയത്തില്ല ആരൊക്കെയാന്ന്. ഓക്കെ, അപ്പൊ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ ഒരു ഷെൽ ഓപ്പൺ ആയി കിട്ടാണ്ട്, അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഞാനത് അടച്ചിട്ടിരിക്കുക കുറച്ചു കാലത്തേക്ക്. അപ്പൊ അത് നാളെ മറ്റന്നാളായിട്ട് ഞാനത് ഓപ്പൺ ആക്കും. എന്റെ കുറെ ഫയൽസ് മൊത്തം അതിൻ്റെ അകത്താ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണം. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ആ ഷെല്ല് ഓപ്പൺ ആക്കുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരേണ്ട ഷെല്ല്. എനിക്കൊരു സെക്ടർ 3 എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. DK സെക്ടർ 3 എന്ന് പറഞ്ഞൊരു സ്ഥലം കിടപ്പുണ്ട്. നമ്മുടെ GRന്റെ ഓപ്പോസിറ്റ്. ഞാൻ അവിടെ തന്നെ നോക്കിയെടുത്തതാ. എന്റെ ഒരു സീക്രട്ട് ഏരിയ ആണത്. ഓക്കെ, ഞാൻ അവിടെ അത് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തായാലും അവിടെ എല്ലാ ഡീറ്റെയിലും കാണിച്ചു തരാം.
ഓക്കെ? അപ്പൊ സേഫ് ആയിട്ടിരിക്കുക. എന്തുണ്ടെങ്കിലും ഇവനെ വിളിച്ച് പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായമാണെങ്കിലും ഞാൻ ചെയ്തു. ഓക്കെ? നമ്മൾ മീറ്റ് ചെയ്ത കാര്യം ആരും അറിയണ്ട. ഓക്കെ? ബി സേഫ്, ടേക്ക് കെയർ. ഓക്കെ? ഞാനല്ലേ അത് പറയണ്ടേ? എനിക്കിപ്പോ നിങ്ങളാണ് എനിക്ക് വാല്യൂ ഉള്ളത്. അത് മനസ്സിലാക്കണം. എന്റെ കൂടെ ഉള്ളവരാണ് എനിക്ക് വലുത്. എന്നെക്കാളും ഞാൻ വലുതായി കാണുന്നത് നിങ്ങൾ എല്ലാവരെയാണ്. എന്റെ ബ്രദേഴ്സ്, എന്റെ സിസ്റ്റേഴ്സ്, നിങ്ങൾ എല്ലാവരും. അപ്പൊ നിങ്ങളുടെ കാര്യം ഞാൻ നോക്കണ്ടേ? നീ ഇല്ലാതെ നമ്മളെ കാര്യം നോക്കിയിട്ട് എന്തോ കാര്യം? ഞാനുണ്ട് എല്ലായിടത്തും. എനിക്ക് കണ്ണുണ്ട്. പേടിക്കണ്ട. ഓക്കെ? ടെൻഷൻ അടിക്കണ്ട. അധിക നേരം നിൽക്കാനും പറ്റത്തില്ല. എനിക്ക് അടുത്ത സ്ഥലത്ത് പോകണം. ഓക്കെ? അപ്പൊ ഞാൻ പോയിട്ട് വരാം. വിളിക്കും ഞാൻ എന്തായാലും. നാളെ ഇനി വരുമ്പോ ഞാൻ എന്തായാലും വിളിക്കും. ഓക്കെ? ഇവനെ കൊണ്ടാവും ഞാൻ വിളിപ്പിക്കാം. വന്നാ മതി. ശ്രദ്ധിക്കണേ. ഓ ശ്രദ്ധിക്കാം. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നീ എന്തെങ്കിലും വിവരം കിട്ടുമ്പോ എന്നെ അറിയിക്കണേടാ. അവൻ അറിയിക്കും. 24/7 അവൻ അറിയിച്ചിരിക്കും. ഇനി മുതൽ അളിയനാണ്. ഓക്കെ? ഓക്കെ. കുറെ അളിയന്മാരെ പരിചയപ്പെടാനുണ്ട്. ഒക്കെ നമുക്ക് ഞാൻ ഒന്ന് സെറ്റിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാനുണ്ട്. നീ ആദ്യം ശ്രദ്ധിക്കണേ. ഈ തിരക്കിന്റെ ഇടയിൽ ഭക്ഷണം ഒന്നും കഴിക്കാൻ മറക്കരുത് കേട്ടോ. ഇല്ല കഴിക്കും. നിങ്ങളും കഴിക്കണേ. ഇല്ല. ഓക്കെ? എന്നാ ഞാനൊന്ന് അങ്ങോട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി കുറച്ച് ആൾക്കാരെയും കൂടി മീറ്റ് ചെയ്യാണ്ട്. കുറച്ച് മിഷീന്റെ കുറച്ച് സാധനം, കുറച്ച് വെപ്പൺസ് ഇറക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിന് വേണ്ടി പോവാൻ നിൽക്കാം. ഓക്കെ? അപ്പൊ പോയിട്ട് വരാം. എനിക്ക് യൂണിഫോം ഒക്കെ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ആദ്യം ഞാൻ ഒന്ന് സെറ്റ് ആയിട്ട് നിങ്ങളെ ആദ്യം വിളിച്ചിട്ട് ഞാൻ. ഓക്കെ? അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ആരും ഇത് അറിയരുത്. ഓക്കെ? ഇല്ല അറിയത്തില്ല. ഓക്കെ? അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരേ. ശ്രദ്ധിക്കണേ. നിങ്ങൾ എങ്ങനെയാ വന്ന് ആക്കി തരണോ? ഓക്കെ. നിങ്ങള് എങ്ങനെ പോവും? വണ്ടി ഉണ്ട്. ഞാൻ അണ്ടർകവർ വണ്ടി അങ്ങ് വീഴും, കേറിക്ക്. രാമ ഇങ്ങോട്ടേക്ക്. അപ്പൊ ഞാൻ പോയിട്ട് വരേ. ശരിടാ. ഓക്കെ. എടാ ചേച്ചിയെ നോക്കിക്കണേ. എന്നാലും നീ ഒന്ന് നോക്കിയേക്കണേ. എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണേ. ടെൻഷൻ ഇല്ലാതെ എങ്ങനെ? ഞാൻ വെറുതെ കളവ് പറയുന്നതായില്ലേ ടെൻഷൻ ഇല്ലെന്ന് പറഞ്ഞ.